നമസ്കാരം. നമസ്തേ. ഇപ്പം നമുക്കറിയാം, ആധുനിക യുദ്ധത്തെ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് നാവികസേന. ഇപ്പം നമുക്കറിയാം പല രാജ്യങ്ങളും വളരെയധികം ആശ്രയിക്കുന്നത്. ഇപ്പം നമ്മൾ ഇറാൻ യുദ്ധത്തിലാണെങ്കിൽ പോലും അമേരിക്കൻ നാവികസേന എങ്ങനെയാണ് ഇറാനിൽ അവിടെ അവരുടെ കോട്ടകൾ ഭദ്രമായി കാക്കുന്നതെന്നുള്ളതും ഇറാൻ എങ്ങനെയാണ് മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള കണക്ഷൻ പൂർണ്ണമായിട്ട് വിച്ഛേദിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് കണ്ടതാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പ്രൊജക്ട് 17 എന്ന് പറഞ്ഞൊരു പ്രോഗ്രാംസ് ഉണ്ട്. അപ്പം ഈ വിഷയത്തെക്കുറിച്ച് എങ്ങനെ കാണുന്നത്? മറ്റ് രാജ്യങ്ങൾക്ക് ഈ സംഭവം ഉണ്ടോ? ഇതിന്റെ ഡൊമിനൻസ് എന്താണ്? ഇതിന്റെ പ്രത്യേകത എന്താണ്? സ്റ്റെൽത്ത് വാർഷിപ്സ്, അതായത് റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ അല്ലെങ്കിൽ റഡാർ സിഗ്നേച്ചർ വളരെ കുറവായിട്ടുള്ള, ഒന്നും പൂർണ്ണമായിട്ട് റഡാറുകളെ വെട്ടിക്കാൻ ലോകത്ത് ഒന്നിനും പറ്റില്ല. പക്ഷേ ആ റഡാറിന്റെ ദൃഷ്ടിയിൽപ്പെടുന്ന അതിന്റെ ഏരിയ അത് മിനിമം ആക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ റഡാറുകളുടെ ദൃഷ്ടിയിൽ വളരെ കുറവ് മാത്രം റഡാർ സിഗ്നേച്ചർ ഉള്ള, റഡാർ ക്രോസ് സെക്ഷൻ ഉള്ള പിന്നെ കപ്പലുകൾ, അതായത് കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഫ്രിഗേറ്റ് ക്ലാസ്സിൽ പെടുന്ന ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റ്സ്, ആ ഫ്രിഗേറ്റുകൾ നിർമ്മിക്കുന്ന ഒരു പ്രോജക്റ്റ് 17A ഇന്ത്യ ഇപ്പോൾ അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ അതിന്റെ ഭാഗമായിട്ട് 3 കപ്പലുകൾ നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് നേവിക്ക് കൈമാറിയിട്ടുണ്ട്. അത് കമ്മീഷൻ ചെയ്തിട്ടില്ല, ഈ വർഷം കമ്മീഷൻ ചെയ്തു. അതായത് അത് സീ ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കടലിൽ നിരവധി പരീക്ഷണങ്ങളും അതുപോലെ വെപ്പൺ ഇന്റഗ്രേഷൻ അല്ല ഏതാണ്ട് പൂർത്തിയായി. പക്ഷേ ആ പരീക്ഷണങ്ങളൂടെ പൂർത്തിയായതിനു ശേഷം മാത്രമേ അത് കമ്മീഷൻ ചെയ്യുള്ളൂ. ഇപ്പൊ തുടക്കത്തിൽ തന്നെ ഫാസ് പറഞ്ഞതുപോലെ ലോകത്തിലെ തിയേറ്റർ ഓഫ് വാർ എന്ന് പറയുന്നത്, അതായത് യുദ്ധത്തിന്റെ രംഗഭൂമി അല്ലെ യുദ്ധഭൂമി കരയിൽ നിന്ന് കടലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ യുദ്ധം നടത്തുന്നത് കരയിലല്ല, ഒന്ന് ഭാഗികമായിട്ട് ആകാശത്തും പിന്നെ കൂടുതലും കടലുമാണ്. ചൈന മറ്റ് മേഖലകളിൽ അവരുടെ ആയുധശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ എത്രയോ മടങ്ങ് വേഗതയിലാണ് അവരുടെ യുദ്ധക്കപ്പലുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് അമേരിക്കയേക്കാൾ കൂടുതൽ യുദ്ധക്കപ്പലുകളുള്ള രാജ്യമാണ് ചൈന. ഈ സ്വന്തം തീരപ്രദേശങ്ങൾ ഭദ്രമാക്കുക എന്നുള്ളത് മാത്രമല്ല, ശത്രുവിന്റെ ഏരിയയിൽ കടന്നുകയറി അവിടെ നാശം വിതയ്ക്കാനും പറ്റുന്ന തരത്തിലുള്ള ആക്രമണ സ്വഭാവമുള്ള കപ്പലുകളാണ് ഇന്ന് എല്ലാ രാജ്യങ്ങളും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കൈവശപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം 3 തരത്തിലാണ് യുദ്ധക്കപ്പലുകൾ: കോർവറ്റ്, ഫ്രിഗേറ്റ്, ഡിസ്ട്രോയർ. പിന്നെ അതിനും മേലെയാണ് വിമാനവാഹിനി കപ്പൽ. കോർവറ്റ് കുറച്ചുകൂടെ ചെറിയ കപ്പലുകളാണ്. ഫ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാനീ പറഞ്ഞ അത് 17A പ്രകാരം നീലഗിരി ക്ലാസ് എന്നാണ് അതിനറിയപ്പെടുന്നത്. പലതരത്തിലുള്ള വലിപ്പത്തിൻ്റെയും ആയുധങ്ങളുടെയും അതുപോലെ പിന്നെ ശക്തിയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ പല ക്ലാസ്സുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ശിവാലിക്കായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, പിന്നീട് നീലഗിരി ക്ലാസ് സ്റ്റെൽത്താണ്. വിശാഖപട്ടണം ക്ലാസ് എന്ന് പറഞ്ഞ മറ്റൊരു തരത്തിലുള്ള പിന്നെ ഫ്രിഗേറ്റുകളും അത് ഡിസ്ട്രോയറുകളാണ് ഉണ്ട്. അങ്ങനെ പല ക്ലാസ്സിലായിട്ടാണ് തിരികെ. ഇവിടെ ഈ നീലഗിരി ക്ലാസ്സിലുള്ള 3 കപ്പലുകളാണ് പണി തീർന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത്. അത് മുംബൈയിലെ മസഗോൺ ഡോക്കും കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ്, ഈ 2 കമ്പനികളാണിത് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇവയുടെ പേര് INS മഹേന്ദ്രഗിരി, INS ധുനാഗിരി, INS താരാഗിരി. അങ്ങനെ 3 കപ്പലുകളാണ് ഇന്ത്യൻ സേനയുടെ ഭാഗമാകാൻ ഈ വർഷം പോകുന്നത്. സീ ട്രയൽ കഴിഞ്ഞ് ഇത് മാസങ്ങൾക്കുള്ളിൽ ഇത് 3ഉം കമ്മീഷൻ ചെയ്യും. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ശത്രുവിന്റെ റഡാർ ദൃഷ്ടിയിൽ പെടാതിരിക്കാനുള്ള പരമാവധി ആധുനിക സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു ക്ലാസ് കപ്പലുകളാണ് നീലഗിരി ക്ലാസ്. അത് ഗൈഡഡ് മിസൈലുകളാണ്. ഗൈഡഡ് മിസൈൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ മിസൈലുകളെ കോഴ്സ് നിയന്ത്രിക്കാം. അത് GPS വഴിയോ GNSS എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്, അതുവഴിയാണ് ഈ പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണ് ഉപഗ്രഹം വഴിയാവാം, അതല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങൾ വഴി. അതേസമയം തന്നെ ഇനർഷ്യൽ ഗൈഡൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനം അതിലുണ്ട്. അതായത് കൃത്യമായിട്ട് പ്രീ പ്ലാൻഡ് ആയിട്ട് റൂട്ട് അതിൽ കൊടുത്തിരിക്കും. അത് പോകുന്ന വഴി റിയൽ ടൈം വീഡിയോ എടുത്തിട്ട് അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് അത് പോകും. അതായത് ഏതെങ്കിലും കാരണവശാൽ GPS ഡിനേ ചെയ്യപ്പെട്ടാൽ, അങ്ങനെ ഉണ്ടാകാമല്ലോ, കാരണം ഇപ്പം കാർഗിൽ യുദ്ധ സമയത്ത് അമേരിക്ക ഇന്ത്യക്ക് GPS കോർഡിനേറ്റ്സ് നിഷേധിച്ചു. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ, അത് GPS എന്ന് പറഞ്ഞാൽ എല്ലാം നിഷേധിച്ചില്ല, പകരം ഈ യുദ്ധങ്ങൾക്ക്
പിന്നെ പ്രതിരോധ ആവശ്യങ്ങൾക്ക് വളരെ സൂക്ഷ്മതയേറിയ കോർഡിനേറ്റ്സ് ആണ് വേണ്ടത്. അത്തരം കോർഡിനേറ്റ്സ് ഇന്ത്യക്ക് നൽകാൻ US തയ്യാറായി. ആ ഒരു സാഹചര്യം വന്നാൽ അതിനെ അതിജീവിക്കാനാണ് ഇനർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം. ഇതിപ്പോൾ എല്ലാ മിസൈലുകൾക്കും ഈ രണ്ട് സിസ്റ്റവും ഒരുപോലെ ഉണ്ടാകും. അങ്ങനെയുള്ള ഗൈഡ് ചെയ്യാൻ പറ്റുന്ന മിസൈലുകൾ, അതായത് ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈലുകളാണ് ഈ പിന്നെ ഫ്രിഗേറ്റുകളിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഇതിന് ഈ സ്റ്റെൽത്ത് എന്ന് ഞാൻ പറഞ്ഞു, എങ്ങനെയാണ് അതിന് സ്റ്റെൽത്ത് ക്വാളിറ്റി അച്ചീവ് ചെയ്യുന്നത്? ഒന്ന് കോമ്പോസിറ്റ് മെറ്റീരിയൽ കൊണ്ടാണ്. അതായത് ഈ നിലവിലുള്ള ലോഹങ്ങൾ പലപ്പോഴും അതിന് റഡാറിന്റെ തരംഗങ്ങളെ പ്രതിരോധിക്കാൻ, കാരണം അതിൽ തട്ടിയാൽ അത് നേരെ റിഫ്ലക്ട് ചെയ്തു കൃത്യമായിട്ട് റഡാറിന് സൂചന കിട്ടും. ആ റേഡിയോ വേവ്സ് ആണെങ്കിൽ ആ റേഡിയോ വേവ്സ് വന്നതുപോലെ തിരിച്ചു പോകും. ആ റഡാറിന് ഈ കപ്പലിന്റെ ലൊക്കേഷനും കപ്പലിന്റെ സൈസും ഒക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ കോമ്പോസിറ്റ് മെറ്റീരിയൽ ആയിരിക്കണം. ലോഹക്കൂട്ടുകൾ മനുഷ്യൻ തന്നെ നിർമ്മിക്കുന്ന, അല്ലെങ്കിൽ അലോയ്സ്, അല്ലെങ്കിൽ പുതിയ കാർബൺ കോമ്പോസിറ്റ്സ്, കാർബൺ അടങ്ങുന്ന ലോഹ സംയുക്തങ്ങൾ, അതായിരിക്കും ഉപയോഗിക്കുന്നത്. പിന്നെ റഡാർ അബ്സോർബൻ കോട്ടിംഗ് ഉണ്ട്, പെയിന്റുകളുണ്ട്. ഇപ്പം ചില പെയിന്റുകൾ ഇൻഫ്രാറെഡ് തരംഗങ്ങൾ വന്നാലും, അല്ലെങ്കിൽ അൾട്രാസോണിക് സൗണ്ട് വേവ്സ് വന്നാലും, റേഡിയോ വേവ്സ് വന്നാലും അതെല്ലാം അത് പിടിച്ചെടുക്കും. അല്ലെങ്കിൽ പിടിച്ചെടുക്കുക എന്ന് വെച്ചാൽ പരമാവധി അത് അബ്സോർബ് ചെയ്യും. വളരെ ചെറിയൊരു അംശം മാത്രമേ റിഫ്ലക്ഷൻ നടക്കുള്ളൂ. മാത്രമല്ല റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അധിക ദൂരം സഞ്ചരിക്കാനുള്ള ശക്തി ഇല്ലാതാകും. ഇങ്ങനെയൊക്കെയുള്ള പിന്നെ പെയിന്റുകൾ കണ്ടുപിടിച്ചിട്ട് അതൊക്കെ തദ്ദേശീയമായിട്ട് തന്നെ നമ്മൾ വികസിപ്പിച്ചതാണ്. അതുപോലെ ക്ലോസ്ഡ് മൂറിംഗ് ഡെക്കുകളൊക്കെ പലപ്പോഴും തുറന്ന ഡെക്കല്ല, അങ്ങനെ റിഫ്ലക്ഷൻ ഉള്ള സാഹചര്യം അത് മാറ്റും. അതുപോലെ തന്നെ ലോ ഇൻഫ്രാറെഡ് സിഗ്നേച്ചറാണ്. അതായത് പല മിസൈലുകളും ഹീറ്റ് സെൻസറുകൾ ഉള്ളതാണ്, ഹീറ്റ് സീക്കിംഗ് മിസൈലുകളാണ്. അത് ഏതെങ്കിലും സ്ഥലത്തു നിന്ന് ചൂട് പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ അത് എഞ്ചിന്റെ ഭാഗത്തു നിന്നാട്ടെ. പലപ്പോഴും ഈ ചൂട് ഇത്തരം മിസൈലുകൾ തിരിച്ചറിയുന്നത് എക്സോസ്റ്റ് ഭാഗത്തു നിന്നാണ്. അപ്പൊ ആ എക്സോസ്റ്റ് പൈപ്പുകളും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും ഒക്കെ പരമാവധി അതിന്റെ ചൂട് ഇല്ലാതാക്കാനുള്ള കൂളൻസ് അവിടെ പിന്നെ സൃഷ്ടിച്ചിട്ട് അത്തരം ഹീറ്റ് സീക്കിംഗ് മിസൈലുകൾക്ക് ഈ കപ്പലിനെ കണ്ടുപിടിക്കാൻ പറ്റാതാകുക, അങ്ങനത്തെ സംവിധാനങ്ങളുണ്ട്. അതുപോലെ ഈ സ്പെഷ്യലി ഡിസൈൻഡ് പ്രൊപ്പല്ലറുകളാണ്. ഈ പ്രൊപ്പല്ലറുകൾ പ്രവർത്തിക്കുമ്പോൾ ഒരു കപ്പൽ മുന്നോട്ട് നീങ്ങുന്ന ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഗ്യാസും ഡീസൽ പിന്നെ കമ്പൈൻഡ് എഞ്ചിനാണ്. അത് രണ്ട് പിന്നെ രീതിയിലും ഈ എഞ്ചിന് ഡീസൽ ഉപയോഗിച്ചും ഗ്യാസ് ഉപയോഗിച്ചും ഇത് പ്രവർത്തിക്കാൻ പറ്റും. അപ്പൊ അത്തരം എഞ്ചിനുകൾ പ്രവർത്തിക്കുമ്പോൾ, ഈ പ്രൊപ്പല്ലന്റുകൾ പ്രവർത്തിക്കുമ്പോൾ കടലിൽ കുമിളകൾ ഉണ്ടാകും. താഴെയാണ് പ്രൊപ്പല്ലന്റ് സ്ഥിതി ചെയ്യുന്നത്. ഈ കുമിളകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുമിളകൾ പൊട്ടുമ്പോൾ ഒരു ശബ്ദമുണ്ടാകും. വളരെ നേരിയ ശബ്ദമായിരിക്കും, പക്ഷെ അത്തരം അക്വസ്റ്റിക്സ് പോലും സോണാർ ഉപകരണങ്ങളിലൂടെ ശത്രു യാനങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അതും പരമാവധി കുറച്ച്, അതായത് ഞാൻ പറഞ്ഞത് പല രീതിയിൽ ഇത് കണ്ടുപിടിക്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഓരോന്നായിട്ട് അത്തരം മേഖലകളെ അഡ്രസ്സ് ചെയ്ത് അത് പരിപൂർണമായിട്ടും ഏതാണ്ട് ഇല്ലാതാക്കുന്ന തരത്തിലുള്ള യുദ്ധക്കപ്പലുകളാണ് ഇന്ന് നിർമ്മിക്കുന്നത്. അതായത് യുദ്ധക്കപ്പലുകളുടെ നിർമ്മാണത്തിൽ വന്നിരിക്കുന്ന സാങ്കേതിക മികവാണ് ഞാൻ പറയുന്നത്. ഇത്തരം യുദ്ധക്കപ്പലുകൾ ഇന്ത്യ, ചൈന, US, ഇന്ത്യ, ദക്ഷിണ കൊറിയയ്ക്കും ഈ കപ്പൽ നിർമ്മാണത്തിൽ വലിയ മുന്നേറ്റം നടത്തിയ ഒരു രാജ്യമാണ്. ജപ്പാനും ഒരു പരിധിവരെ അത് ഉണ്ട്. പിന്നെ ബ്രിട്ടനും ഫ്രാൻസും തീർച്ചയായിട്ടും അവരും പരമ്പരാഗത ശക്തികളാണ്. അപ്പൊ ഇത്തരം രാജ്യങ്ങളോടൊപ്പം എത്തുക എന്നുള്ളതാണ് ഇന്ത്യയുടെ പോളിസി. അതിനാണ് പ്രൊജക്ട് 17A. പ്രൊജക്ട് 17Aയിൽ പരമ്പരാഗത യുദ്ധക്കപ്പലുകളെ അപേക്ഷിച്ച് വളരെ സൈലന്റ് ആയിട്ട്, നിശബ്ദമായിട്ട് ആക്രമണം നടത്തുന്ന, അല്ലെങ്കിൽ പുതിയ അന്തർവാഹിനികൾ നമ്മൾ നിർമ്മിക്കുമ്പോൾ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൾഷൻ എന്ന് പറയും. അതായത് ഇടയ്ക്കിടയ്ക്ക് മുകളിലേക്ക് വന്ന് വായു വലിച്ചെടുക്കേണ്ട ആവശ്യമില്ലാത്ത തരത്തിലുള്ള പരമ്പരാഗത പിന്നെ സബ്മറീൻസ്, അതല്ലെങ്കിൽ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്നതാണെങ്കിൽ അതിനുള്ളിൽ തന്നെ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് എത്ര നാൾ വേണമെങ്കിലും കടലിനടിയിൽ മാസങ്ങളോളോ 1-2 വർഷമോ വേണമെങ്കിലും കഴിയാം. അതിലെ ഫുഡ് സ്റ്റോക്ക് തീരുമ്പോൾ കരയിൽ അടുക്കണമെന്നുള്ളത്. അതായത് യുദ്ധം പഴയ കാലത്തെ യുദ്ധമല്ല ഇന്ന്. ആകാശത്താണെങ്കിലും കടലിലാണെങ്കിലും സ്റ്റെൽത്തിനാണ് പ്രാധാന്യം. കാര്യം പഴയ കാലത്തെ പോലെയല്ല, റഡാറുകളുടെ ശക്തി 10 മടങ്ങ് വർദ്ധിച്ചു. ഇപ്പൊ ഈ കപ്പലിൽ തന്നെ ആണെങ്കിലും
ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാർ, എയ്സാർ റഡാർ എന്ന് പറയുന്ന റഡാർ ഇതിനും ഈ കപ്പലിലുമുണ്ട്. അതിപ്പോ കാരണം വിമാനങ്ങളിലൊക്കെ തന്നെ, യുദ്ധവിമാനങ്ങളിലൊക്കെ തന്നെ എയ്സാർ റഡാർ ഉണ്ട്. ഇപ്പം SU-57 അല്ലെങ്കിൽ ഇപ്പൊ ഇന്ത്യ സ്വന്തമായിട്ട് ഉത്തം എന്ന് പറയുന്ന ഒരു റഡാർ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു ഐസാർ റഡാറാണ്. പണ്ട് മെക്കാനിക്കൽ റഡാറുകളായിരുന്നു. ഇത് അങ്ങനെയല്ല. ഒരേ സമയം ഏതാണ്ട് 60ഓളം ടാർഗറ്റുകളെ ട്രേസ് ചെയ്യാനും അതിലൊരു 15 തൊട്ട് 20 ടാർഗറ്റുകളെ എൻഗേജ് ചെയ്യാനും കഴിയും. 20 ഡ്രോണുകളോ 20 മിസൈലുകളോ വന്നാലും ഒരേ സമയം അതിനെതിരെ ആന്റി മിസൈൽ സംവിധാനം പ്രയോഗിക്കാൻ കഴിയും. അതായത് സ്വാമിങ്ങിന്റെ കാലമാണ്. സിംഗിളായിട്ടല്ല ഒരു ഡ്രോണോ ഒരു മിസൈലോ വരുന്നത്. അങ്ങനെയുള്ള ഒരു കാലത്ത് ഈ എയ്സാർ റഡാറുകളാണ് ഇപ്പോൾ. അതുപോലെ തന്നെ ഇതിൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഉണ്ട്. അതായത് ഇത്തരം കപ്പലുകളെ ശത്രുക്കൾ ഏതായാലും വെറുതെ വിടത്തില്ലല്ലോ. അവർ ഏതെങ്കിലും രീതിയിൽ അവരുടെ ദൃഷ്ടിയിൽ പെടും. അതിപ്പം മനുഷ്യന്റെ ദൃഷ്ടിയിൽപ്പെടുന്ന ദൂരത്ത് എത്തിയാൽ തന്നെ അപകടമാണ്. അപ്പൊ അങ്ങനെ വരുമ്പം അത്തരം മിസൈൽ അറ്റാക്കിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മുടെ സർഫസ് ടു എയർ മിസൈലുകൾ, പിന്നെ വിമാനങ്ങളെ പ്രതിരോധിക്കാനാണെങ്കിലും അതുപോലെ പിന്നെ ക്രൂയിസ് മിസൈൽ അറ്റാക്കുകളെ പ്രതിരോധിക്കാനാണെങ്കിലും ഒക്കെ ഈ MR SAM എന്ന് പറയുന്ന, അതായത് കുറച്ചുകൂടി പറഞ്ഞാൽ മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ, അതിലെ ബറാക്ക് 8 എന്നുള്ളത് ഇന്ത്യയും ഇസ്രായേലും ചേർന്ന് സംയുക്തമായി വികസിപ്പിച്ചെടുത്ത മിസൈലുകളാണ്. ഈ ബറാക്ക് മിസൈലുകളും ഇതിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് കപ്പലിനെ സംബന്ധിച്ചിടത്തോളം കപ്പലിന് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അത് നേരിടാനുള്ള സംവിധാനങ്ങൾ, ഇനി മിസൈലുകൾ ഇത്തരം MR SAM മിസൈലുകളെക്കാൾ വളരെ അടുത്താണ് ശത്രുവെങ്കിൽ അതിനെ പ്രതിരോധിക്കാനായിട്ട് 76 മില്ലിമീറ്റർ സൂപ്പർ റാപ്പിഡ് ഗൺ എന്ന് പറയുന്ന ഹൊവിറ്റ്സർ അത് ഉണ്ട്. ഇനി ഏറ്റവും അടുത്ത് വരുന്ന ഇപ്പൊ സ്പീഡ് ബോട്ടുകൾ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇറാൻ ഇപ്പോൾ സ്വാം ബോട്ടുകളാണ് അമേരിക്കയ്ക്ക് നേരെ പ്രയോഗിക്കുന്നത്. അത്തരം ബോട്ടുകൾ പലപ്പോഴും ഈ വലിയ പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ വെട്ടിച്ചകത്ത് കയറാൻ സാധ്യത. അവയെ പ്രതിരോധിക്കാനായിട്ട് 30 മില്ലിമീറ്ററും 12.7 മില്ലിമീറ്റർ ഗണ്ണുകൾ, അത്തരം വെടിയുണ്ടകൾ ഉള്ള ഗണ്ണുകൾ, അതാണ് വെടിയുണ്ടയുടെ ഡയമീറ്റർ ആണ് അതിന്റെ മില്ലിമീറ്റർ ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പം എല്ലാത്തരം പരമ്പരാഗത പ്രതിരോധ സംവിധാനങ്ങൾ തൊട്ട് ആധുനിക മിസൈൽ ഡിഫൻസ് സിസ്റ്റം വരെയുള്ള ഇത്തരം പിന്നെ നീലഗിരി ക്ലാസ്സിൽപ്പെട്ട ഫ്രിഗേറ്റുകൾ നമ്മുടെ നാവികസേനയുടെ ഭാഗമാകുകയാണ്. ഈ ഫ്രിഗേറ്റുകൾ 150 മീറ്റർ വരെ നീളമുള്ളതാണ്. 150 മീറ്റർ ആണ്. ഈ 149 ദശാംശമാണ്. അതാണ് ഇതിന്റെ കൃത്യമായിട്ടുള്ള നീളം. ഇതിൽ 2 ഹെലികോപ്റ്ററുകൾ ഉണ്ടാകും, 2 ആക്രമണ ഹെലികോപ്റ്ററുകൾ ഉണ്ടാകും. ഏതാണ്ട് ഒരു ചെറിയ ഹെലികോപ്റ്റർ കാരിയർ എന്ന് വേണമെങ്കിൽ നമ്മൾ പറയാം. ഇത്തരം കപ്പലുകൾ ഡിസ്ട്രോയർ ആകുമ്പോഴത്തേക്കും 3-4 ഹെലികോപ്റ്ററുകൾ അതിൽ ഉണ്ടാകും. ഡിസ്ട്രോയറുകൾ 200 മീറ്ററിലധികമൊക്കെ നീളമുള്ള ഡിസ്ട്രോയറുകളാണ്. ഇപ്പൊ ഏതാണ്ട് ഒരു ചെറിയ വിമാനവാഹിനി കപ്പൽ പോലെയാണ്. ഇപ്പൊ ഈ ഫ്രിഗേറ്റിന് തന്നെ ഏതാണ്ട് 7000 ടണ്ണോളം ഡിസ്പ്ലേസ്മെന്റ് ഉള്ള ഭാരമുള്ള ഫ്രിഗേറ്റ് ആണ് ഇപ്പോൾ നമ്മുടെ നാവികസേനയുടെ ഭാഗമാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞത് മാറുന്ന കടൽ യുദ്ധത്തിന്റെ ഒരു ഡയമെൻഷൻസിനെ കുറിച്ചാണ്. കടല് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. നമ്മുടെ ഊർജ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും ഒക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പിന്നെ ഇത്തരം ഫ്രിഗേറ്റുകളിൽ ആന്റി സബ്മറീൻ സംവിധാനങ്ങളുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അതായത് ടോർപിഡോകൾ, ആധുനിക ടോർപിഡോകൾ, അതുപോലെ ടോർപിഡോ ഘടിപ്പിച്ച മിസൈലുകൾ, അങ്ങനെ പല രീതിയിലുള്ള ആധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇത്തരം ഫ്രിഗേറ്റുകളും ഡിസ്ട്രോയറുകളും നമ്മുടെ ആക്രമണത്തിന്റെ കുന്തമുനയായിരിക്കും. വിമാനവാഹിനി കപ്പലുകളെ ഇത് അനുധാവനം ചെയ്യുകയും ചെയ്യും. ഒരു വിമാനവാഹിനി കപ്പൽ ഒറ്റയ്ക്കല്ല മുന്നോട്ട് പോകും, അതൊരു വ്യൂഹത്തിലാണ്. അതിനോടൊപ്പം വലിയ ഡിസ്ട്രോയറുകൾ, അതിന് താഴെയുള്ള ക്ലാസ്സിലുള്ള ഈ ഫ്രിഗേറ്റ്, കോർവെറ്റുകൾ, പിന്നെ സ്വാം ബോട്ടുകൾ വരെ അതിനോടൊപ്പം ഉണ്ടാകും. എന്തായാലും ശരി, ഇതൊരു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മുന്നേറ്റമാണ്. തദ്ദേശീയമായിട്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ആരുടെയും സഹായം നമുക്ക് ഇതിനകത്തിൽ ആവശ്യമില്ലായിരുന്നു. 2 കപ്പൽ നിർമ്മാണശാലകൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് എഞ്ചിനീയേഴ്സ്, അതുപോലെ മസഗോൺ ഡോക്ക്, അവരാണ് ഇത് നിർമ്മിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായിട്ട്, ഇത്തരം നേവിയുടെ പ്രോജക്റ്റിന്റെ വിവരങ്ങളുമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ ഒരിക്കൽ കൂടി എല്ലാവർക്കും
നമസ്കാരം.